വാരാണസിയിലെ ഗംഗാ തീരത്ത് ഏകദേശം 82ഓളം ഘട്ടുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ ഘട്ടുകളിലൂടെ ഒന്ന് നടക്കാൻ തീരുമാനിച്ചു. രാവിലത്തെ ബോട്ട് റൈഡിൽ ഈ ഘട്ടുകളൊക്കെ നമ്മൾ ബോട്ടിലിരുന്ന് കണ്ടതാണ്. അപ്പോൾ അതിലൂടെ നടക്കുമ്പോൾ ഒരു ഫീലൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് അതൊന്ന് എൻജോയ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടി ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് തുളസി ഘട്ടിലാണ്. ഇവിടെ മഹാകവി തുളസീദാസ് രാമായണം എഴുതിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടുകൾ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റാണ്. ആൾക്കാരും നമ്മുടെ പുറകെ വന്ന് ശല്യപ്പെടുത്താനോ അങ്ങനെയൊന്നും ഇവിടെ വരുന്നില്ല. അതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായത്. ഈ ഘട്ടുകളിലൂടെ നടക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള സ്വാമികളെയും പൂജാരിമാരെയും പിന്നെ ആൾ ദൈവങ്ങളെയും അങ്ങനെ പല ആൾക്കാരെയും കാണും. പക്ഷെ അവരാരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനോ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പുറകെ വരുമോ അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ആൾക്കാരെയും കാണാനും അവരുടെ ആ ഒരു വെറൈറ്റി ഓഫ് കൾച്ചറും ക്ലോത്ത്സും വേഷങ്ങളും അതൊക്കെ കാണാനുള്ള നമുക്കൊരു അവസരം കിട്ടുന്നുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും എനിക്ക് ഫീൽ ഗുഡായിട്ട് തോന്നിയിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. ഒരു പ്രത്യേക ഒരു ലോകമാണ് ഈ ഒരു വാരാണസി ഘട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ജീവിതത്തിൽ സ്വയം മോക്ഷം കിട്ടാൻ വേണ്ടി വന്ന് ജീവിക്കുന്നവരെയും കാണാം. അതുപോലെ മരിച്ചവർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി വന്നവരെയും കാണാം. ഇവിടെ ഇതാ മരിച്ചവർക്ക് ബലിതർപ്പണം നടത്തുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. ജീവിതത്തിൽ സുഖസന്തോഷങ്ങൾ വിട്ടെറിഞ്ഞ് ഇവിടെ വന്ന് സന്യാസ ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരെയും വയസ്സായ ആൾക്കാരുമായ കുറേ സന്യാസിമാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പലതരത്തിലുള്ള പല വേഷത്തിലുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ കാശിക്ക് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി നേടുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. പക്ഷേ ഇവിടെ ശരിക്കും നമ്മൾ നോർമൽ എല്ലാം ചിന്തകൾ മാറ്റിവെച്ച് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ്. മുൻപ് ഈ സ്ഥലങ്ങളൊക്കെ ഭയങ്കര വൃത്തികേടും അഴുക്കൊക്കെയുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 24 മണിക്കൂറും പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടുകളിൽ തന്നെ നമുക്ക് രാത്രി വേണം കിടന്നുറങ്ങാം. അത്രയും സേഫ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ നടന്ന് ഞാനിതാ ഇവിടുത്തെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഘട്ടാണ് ഇത്. ദശാശ്വമേധ് ഘട്ട് എന്ന് പറയും. ഇവിടെയാണ് വൈകുന്നേരത്തെ ആരതി ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരത്തെ ഗംഗാരതി കാണാൻ നമുക്ക് ഇങ്ങോട്ട് വരണം. അതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഇതുപോലെ കുട്ടി ആൾ ദൈവങ്ങൾ ഇങ്ങനെ എഴുന്നിട്ടുണ്ടാവും. അവർ നമ്മളെ പുറകെ വരുമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് സിന്ദൂരവും കാര്യങ്ങളൊക്കെ തൊടുകയും ചെയ്യാം. അപ്പോൾ അതെന്തെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടെ വാങ്ങിക്കും. ഇതുപോലെ ഫോട്ടോഗ്രാഫേഴ്സിനും ചിത്രം വരയ്ക്കുന്നവർക്കൊക്കെ അവരൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ റോൾ മോഡൽ മാതിരി അവർ ഇരുന്ന് കൊടുക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അവരെ. ശിവൻ്റെ സ്ഥലമാണ് കാശി. അപ്പോൾ ശിവൻ്റെ മറ്റൊരു മെയിനായിട്ടുള്ള ഐറ്റമാണ് രുദ്രാക്ഷം. ഇവിടെ ഇതാ രുദ്രാക്ഷം അതിൻ്റെ കായിൽ നിന്ന് ഉരച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ രുദ്രാക്ഷം പുറത്തെടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കായ് സെലക്ട് ചെയ്തിട്ട് അവർ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഉരച്ച് വൃത്തിയാക്കി അതിൽ നിന്ന് രുദ്രാക്ഷം എടുത്ത് തരും. 10 രൂപ മുതലാണ് ഇതിൻ്റെ റേറ്റ്. അങ്ങനെ നടന്ന് ഞാനിപ്പോൾ ഇത് ഹരിശ്ചന്ദ്രഘട്ടിലെത്തി. ഹരിശ്ചന്ദ്രഘട്ടും മണികർണിക ഘട്ടും ഈ 2 ഘട്ടുകളിലാണ് ക്രിമേഷൻ മെയിനായിട്ട് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഹരിശ്ചന്ദ്രഘട്ടിൽ അത്ര ഫേമസ് അല്ല. മണികർണിക ഘട്ടിലാണ് ഏറ്റവും കൂടുതൽ ക്രിമേഷൻ നടക്കുന്നത്. ഇവിടെ കാര്യമായിട്ട് ക്രിമേഷനും കാര്യങ്ങളൊന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല. മണികർണിക ഘട്ടിൽ 24 മണിക്കൂറും ചിതയെരിയുമെന്നാണ് പറയുന്നത് കേട്ട്. നമുക്ക് ഈവനിങ്ങിൽ അങ്ങോട്ട് പോകണം. ഇവിടെ ഈ കാണുന്ന ഈ സംഭവത്തിലാണ് ചിതയൊക്കെ വെച്ച് കത്തിക്കുന്നത്. ഇവിടെ കാര്യമായിട്ടൊന്നും നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഒരു രസമാണ് ഇങ്ങനെ ഘട്ടുകളിലൂടെ നടക്കാൻ. ഒരു ശല്യവും ഇല്ലാതെ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല. ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഈ ഘട്ടുകളിലൂടെ നടക്കാൻ. ഏകദേശം 3-3.5 കിലോമീറ്റർ ഞാനിപ്പോൾ നടന്നു. 1.5 മണിക്കൂറിന് മേലെയായി നടക്കുന്നു. അധികം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നടക്കാൻ നല്ല സുഖമുണ്ട്. ഇനി തിരിച്ച് പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ്ങിൽ വന്നിട്ട് ദശാശ്വമേധ് ഘട്ടിൽ ഈവനിങ്ങിൽ ഗംഗാരതി കാണണം. പിന്നെ രാത്രി നൈറ്റ് ബോട്ട് റൈഡ് ചെയ്യണം. ഇതൊക്കെയാണ് ഇനിയുള്ള പ്ലാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.